കേരളത്തിൽ നിന്ന് വന്ന ചെങ്കല്ല് ചെത്തുകല്ലായിട്ട് വന്ന വണ്ടിയിലെ ഡ്രൈവറെയും അതുപോലെ തന്നെ ലോഡിങ്ങുകാരും മാരകമായിട്ട് അടിച്ച് പരിക്കേൽപ്പിച്ച് ഇവിടെയുള്ള കുറച്ച് റൗഡികളാണ് ഇത് ചെയ്തിട്ടുള്ളത്. മുന്നേ അവരെ നമുക്ക് അറിയുന്നതാണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ പോലും പറ്റാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ വിടാതെ കേരളത്തിൽ ബോർഡർ പെരുമ്പാടി വരെ വന്നിട്ട് അടിച്ച് കേരളത്തിലേക്ക് പോയിക്കോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് കേരളത്തിലേക്ക് അടിച്ചോടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവരൊരു തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് കല്ലുമെടുത്ത് ഇങ്ങോട്ട് കയറി വരുന്നത്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരമാണ് ഇത്തരം ക്രിമിനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നേ നമ്മളോട് ആവശ്യപ്പെട്ടത് 10 ലക്ഷം രൂപ അവർക്ക് മാസത്തിൽ വേണമെന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആ 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് 10ഓളം ഡ്രൈവർമാരെ നമ്മളെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ആരും ഈ കാര്യങ്ങളൊന്നും ആരടുത്തും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഇത്രയും ആളുകൾ ഇവിടെ സ്റ്റേഷനിൽ വരുന്നത്. എന്നാൽ ഈ 10ഓളം ആളുകളെ ആക്രമിച്ച സമയത്ത് കേരളത്തിലെ MLA ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ MLA ആയി ബന്ധപ്പെട്ട് സംസാരിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ SP-നെ മടിക്കേരി SP സാറിനെ പോയി കണ്ടു. അദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തോളം നമുക്ക് ഇവിടെ വന്ന് ജോലി ചെയ്ത് ഒരു പ്രയാസമില്ലാതെ പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ 5 ലക്ഷം തന്നില്ലെങ്കിൽ എല്ലാവരും അടിക്കും, ഒരു വണ്ടിയും ഇങ്ങോട്ട് വിടൂല എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, വാഹനത്തിലുണ്ടായിരുന്ന പൈസ 40,000 രൂപ അവർ അപഹരിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. നിലവിൽ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ആളുകളും ഓരോ തൊഴിലിൻ്റെ ഭാഗമായിട്ട് കർണാടകത്തിലേക്ക് വന്നു പോകുന്നത്. അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്കും തൊഴിലിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ വരുന്ന ആളുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. എന്നാൽ കർണാടകത്തിലേക്ക് വരുന്ന നമ്മുടെ തൊഴിലാളികളെ വളരെ പല സ്ഥലങ്ങളിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഇത്തരക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദയവായി ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ്. ആ ഉപജീവന മാർഗ്ഗം എടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിനാണുള്ളത്. വണ്ടിയെല്ലാം വലിയ ലോണും കാര്യങ്ങളുമായിട്ട് അടച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ആ സന്ദർഭത്തിലാണ് ഇത്തരം പ്രയാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സമയങ്ങളിലായിട്ട് നമുക്ക് പണി നിർത്തേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും പണി നിർത്തിവെച്ചുകൊണ്ട് നമ്മളിതാ ഇങ്ങനെ ഇവിടെ വന്നിട്ട് വിരായപ്പെട്ട സ്റ്റേഷൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ദയവായി നമ്മളെ സഹായിക്കണം. ഇവിടെയുള്ള ആളുകൾ ഇത് ഏറ്റെടുക്കണം. ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. MLA നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് MLA പറഞ്ഞു മുന്നേ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളായി ബന്ധപ്പെട്ട് നിർത്തിവെക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. MLA നേരിട്ട് കണ്ടപ്പോൾ MLA പറഞ്ഞത് ഒരു പൈസയും ഒരാൾക്കും കൊടുക്കണ്ട, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നിങ്ങൾ അതിനു പകരം സാധാരണക്കാരായ ആളുകൾക്ക് വില കുറച്ചിട്ട് 2 രൂപ 3 രൂപ വില കുറച്ച് കല്ലിറക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതേപോലെ ആ MLA പറഞ്ഞ അത്രയും നല്ല രീതിയിലാണ് MLA നമ്മളോട് സഹകരിച്ചിട്ടുള്ളത്. ആ MLA പറഞ്ഞ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം നമുക്ക് നല്ല രീതിയിൽ പണിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ വീണ്ടും ഈ അക്രമി സംഘം പൈസ വേണം, 5 ലക്ഷം വേണം, അതും മാസത്തിലാണ് പറയുന്നത്. ഓരോ മാസവും 5 ലക്ഷം വേണമെന്ന് പറഞ്ഞ് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും വാഹനത്തിലെ ജീവനക്കാരെയെല്ലാം ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനൊരു നടപടി ഉണ്ടാക്കി തരണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വരുന്ന വഴി അതായത് ഒരു കുട്ടങ്കാലെത്തുന്ന സമയത്ത് ഒരു വെള്ള ബ്രസ വണ്ടി ഞങ്ങൾ ക്രോസ് വെച്ചിട്ട് ഒരു 5-6 ആൾ ഇറങ്ങിയിട്ടാണ് അടിച്ചത്. അപ്പോൾ അതിനകത്ത് ഓടിക്കഴിഞ്ഞ് വെടിവെക്കുന്നുണ്ട്, എന്തോ തോക്കുള്ള സാധനം എടുത്തു, അതുകൊണ്ട് ഓടാനും പറ്റിയില്ല. അങ്ങനെയാണ് സംഭവിച്ചത്.